നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത് ഒരു സാധാരണ വിഷുഫലമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്ന ദൈവിക സന്ദേശമാണ്. 2026 വിഷു സംക്രാന്തി ചിലർക്ക് ഇത് ഒരു സാധാരണ ദിവസം മാത്രമല്ല, ജീവിതം മുഴുവൻ മാറിപ്പോകുവാൻ പോകുന്ന ഒരു ശക്തമായ തിരിച്ചുവരവാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും, എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത കാലം. എന്തുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് മാത്രം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് തടസ്സങ്ങൾ, വൈകിപ്പോകുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കാത്ത ദുഃഖങ്ങൾ, നിരാശകളും നഷ്ടങ്ങളും. പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും ആരെയും വെറുതെ പരീക്ഷിക്കില്ല. ഒരു വലിയ അനുഗ്രഹത്തിന് മുൻപ് പലപ്പോഴും ഒരു പരീക്ഷണം ഉണ്ടാകും. പ്രത്യേകിച്ച് ചില നക്ഷത്രങ്ങൾക്ക് ഈ വിഷു ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. കഷ്ടകാലം തീരുന്നു, ഭാഗ്യം തുറക്കുന്നു, ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നു, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നല്ല മാറ്റങ്ങൾ വരുന്നു. ഈ വിഷു നിങ്ങൾക്ക് സാധാരണ ദിവസമല്ല, നിങ്ങളുടെ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ വിഷു ദിവസം നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ചെറിയ വഴിപാടുകൾ പോലും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കാൻ സഹായിക്കും. ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ എല്ലാം ദൈവത്തോട് തുറന്നു പറയുക. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു അനുഭവമായി തോന്നും. ഇപ്പോൾ നമുക്ക് ഈ വിഷുവിൽ ഭാഗ്യം തുറക്കാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രങ്ങൾ, 6 ഭാഗ്യ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പ്രിയ നാമങ്ങൾ ഒരു പ്രാർത്ഥനയായി കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ നമുക്ക് നക്ഷത്ര ഫലങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ ചോതി നക്ഷത്രമാണ് വരുന്നത്. ചോതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിന്റെ വാതിൽ തുറക്കാനിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടകാലം ക്രമേണ അവസാനത്തിലേക്ക് നീങ്ങുന്ന സമയമാണിത്. സാമ്പത്തികമായി അല്പം പുരോഗതി കാണുവാൻ തുടങ്ങും. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹാരത്തിലേക്ക് പോകും. ജോലി മേഖലയിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു വരും. ചിലർക്കോ പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ സ്ഥാനമാറ്റം പോലുള്ള സന്തോഷ വാർത്തകൾ ലഭിക്കുവാനുമുള്ള സാധ്യതകൾ കാണുന്നു. ഈ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കും. വിഷുവിന് ചെയ്യാവുന്ന വഴിപാടുകൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഷ്ണു ക്ഷേത്രത്തിൽ ദീപം തെളിയിക്കുക, കൃഷ്ണന് തുളസിമാല സമർപ്പിക്കുക, വിഷുക്കണി കണ്ട് പ്രാർത്ഥിക്കുക. വളരെ പ്രധാനമാണിത്. ഓം നമോ നാരായണായ ജപിക്കുക ഒരു 108 പ്രാവശ്യമെങ്കിലും. ഇനി അടുത്തത് രണ്ടാമത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണിത്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളും ആശങ്കകളും മാറി മനസ്സിനൊരു സമാധാനം ലഭിക്കുന്ന സമയം വരുന്നു. ആരോഗ്യപരമായി പുരോഗതി ഉണ്ടാകുവാനും മനസ്സിൽ നല്ല ക്ലാരിറ്റി വരുവാനും സാധ്യതയുണ്ട്. കൂടാതെ അപ്രതീക്ഷിതമായ ചില അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിത ദിശ തന്നെ മാറ്റുവാൻ സഹായിക്കും. ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചെറിയ അവസരങ്ങൾ പോലും വിലമതിക്കണം, കാരണം അവ വലിയ വിജയത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ഇനി വിഷുവിന് ചെയ്യാവുന്ന വഴിപാടുകൾ നമുക്ക് നോക്കാം. ഗണപതി ക്ഷേത്രത്തിൽ മോദകം സമർപ്പിക്കുക, ദുർഗാദേവിക്ക് ചുവന്ന പൂവ് സമർപ്പിക്കുക, ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ഓം ഗംഗണപതയെ നമ എന്ന് ജപിക്കുക. ഇനി മൂന്നാമത്തെ നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സൗകര്യവും സമൃദ്ധിയും പ്രധാനമായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് സാധാരണയായി നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാകും. കൂടാതെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഭാഗ്യവും നിങ്ങളെ അനുഗമിക്കും. സാമ്പത്തികമായി സ്ഥിരതയും വളർച്ചയും ഉണ്ടാകുന്ന സമയമാണ് ഇത്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും താമസമുണ്ടായാലും തീർച്ചയായും കൈവരിക്കുന്ന സ്വഭാവം നിങ്ങളിൽ കാണാം. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉയർച്ചയുടെ തുടക്കം കാണുവാൻ സാധിക്കും. നിങ്ങൾ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലമാകുവാൻ സാധ്യതയുണ്ട്. കുടുംബ സൗഖ്യവും വ്യക്തിപരമായ സന്തോഷവും വർദ്ധിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്.
വിഷു പരിഹാരങ്ങൾ. വിഷു ദിവസം ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക. സാധ്യമെങ്കിൽ നെയ്ദീപം തെളിയിക്കുക. ദരിദ്രർക്കോ ആവശ്യമുള്ളവർക്കോ ഭക്ഷണം, വസ്ത്രം ദാനം ചെയ്യുക. ഇനി അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ സമയം കരിയറിൽ വളർച്ചയും അംഗീകാരവും ലഭിക്കുന്ന ശക്തമായ കാലഘട്ടമാണ്. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഇനി ഫലം ലഭിക്കുന്ന സമയം എത്തുകയാണ്. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരും. കൂടാതെ മറ്റുള്ളവരിൽ നിന്ന് ആദരവും അംഗീകാരവും നേടാൻ സാധിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് വിഷുവിന് ശേഷം, നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും മുന്നേറ്റങ്ങളും ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജോലി മേഖലയിൽ വലിയ മാറ്റങ്ങൾ, പ്രമോഷൻ അല്ലെങ്കിൽ പുതിയ വഴികൾ തുറക്കപ്പെടും. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയായ ദിശയിൽ പോകുന്ന സമയം തന്നെയാണ് ഇത്. വിഷു പരിഹാരങ്ങൾ. വിഷു ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അഭിഷേകം. ജലം, പാലഭിഷേകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. രാവിലെ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക 108 പ്രാവശ്യം. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന്റെ ഘട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ആളുകളിൽ നിന്നുള്ള നിരാശകളും ഇപ്പോൾ കുറയുന്ന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ എതിർക്കുന്നവരുടെ ശക്തി കുറഞ്ഞു വരുന്ന സമയം കൂടിയാണിത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം വളരുകയും ആത്മീയതയിലേക്ക് ഒരു സ്വാഭാവിക ആകർഷണം ഉണ്ടാകുകയും ചെയ്യും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ മാറി ഒരു ശാന്തമായ ജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരു സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. അതിലെ ഒരു പ്രധാന സൂചന, നിങ്ങളെ തടഞ്ഞിരുന്ന ശക്തികൾ ഇപ്പോൾ ദുർബലമാകുന്നു. വിഷു ദിവസത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ പറയാം. വിഷു ദിവസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നിർബന്ധമായും നടത്തുക. ചെയ്യാവുന്ന വഴിപാടുകൾ പറയാം. ദീപം തെളിയിക്കൽ. ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിലൊരു വിളക്ക് തെളിയിക്കുക. ജീവിതത്തിൽ പ്രകാശം വരാൻ സഹായിക്കും. വിഷു ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുദോഷ നിവാരണത്തിനായിട്ടുള്ള പുഷ്പാഞ്ജലികൾ നടത്താം. ഇനി അടുത്തത് അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റത്തിന്റെ വാതിൽ തുറക്കാൻ പോകുന്ന സമയമാണിത്. പ്രത്യേകിച്ച് വിദേശയോഗം, യാത്രകൾ, പുതിയ അവസരങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു ശക്തമായ ഘട്ടമാണ്. നിങ്ങൾ ഏറെക്കാലമേ ആഗ്രഹിച്ചിരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഭാഗ്യചക്രം തിരിഞ്ഞു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. പുതിയ ആളുകളുമായുള്ള ബന്ധങ്ങൾ, പുതിയ ദിശകൾ, ജീവിതത്തിൽ വലിയൊരു മുന്നേറ്റം നൽകുന്ന തീരുമാനങ്ങൾ എല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കാം. പ്രധാന സൂചനയായിട്ട് പറയുവാനുള്ളത്, രേവതി നക്ഷത്രക്കാർക്ക് ജീവിതം മാറ്റുന്ന അവസരങ്ങൾ അടുത്തിരിക്കുന്നു. ഇനി വിഷു ദിവസത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ പറയുകയാണെങ്കിൽ, അനിഴം നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ട അതേ വഴിപാടുകൾ തന്നെ നിങ്ങളും ചെയ്താൽ മതിയാകും. വിഷു ദിവസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നിർബന്ധമായി നടത്തുക. ചെയ്യാവുന്ന വഴിപാടുകൾ: ദീപം തെളിയിക്കുക, ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിലൊരു വിളക്ക് തെളിയിക്കുക. ജീവിതത്തിൽ പ്രകാശം വരാൻ ഇത് സഹായിക്കും. പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അത് ഭാഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെ പുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. അത് രേവതി നക്ഷത്രക്കാരുടെ ഭാഗ്യ വളർച്ചയ്ക്കും അവസരങ്ങൾക്കും ഫലം ഉണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക 108 പ്രാവശ്യം. മനസ്സിന് ശാന്തിയും ഭാഗ്യവും ലഭിക്കും. ഈ വിഷു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ തുടക്കമല്ല, ഇതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. ചോതി, അശ്വതി, രോഹിണി, ഉത്രം, അനിഴം, രേവതി ഈ 6 നക്ഷത്രക്കാർക്ക് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വേദന, നഷ്ടങ്ങൾ, കാത്തിരിപ്പ് എല്ലാം വെറുതെ ആയിരുന്നില്ല. ഈ വിഷുവോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ കരഞ്ഞ ദിവസങ്ങൾ ദൈവം ഇനി മറുപടി നൽകാൻ പോകുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അവസരങ്ങൾ തുറക്കും, തടസ്സങ്ങൾ മാറും. നിങ്ങളെ തടഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ഇനി നല്ല തുടക്കമായിരിക്കും ഇനി ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾ തൊടുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് മാറും. ഒരു കാര്യം മാത്രം മറക്കരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്, പ്രാർത്ഥന നിർത്തരുത്. ഈ വിഷു നിങ്ങളുടെ ജീവിതം മാറ്റുന്ന വിഷു ആയിരിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുയോജ്യമാണെങ്കിൽ കമന്റ് ചെയ്യൂ. വിഷു ആശംസകൾ. ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.